കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ 98% പൂർത്തീകരിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമാണെന്നും LDF ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ പറഞ്ഞു. KCVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ്ട് 98% പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോരുന്നത്. അതിൽ പൂർത്തീകരിക്കാത്തൊരു വിഷയം എന്നുള്ളത് ടൗൺ ഹാളാണ്. ആ ടൗൺ ഹാളിന് വേണ്ടി പണം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ അതിനു വേണ്ടി പണം അനുവദിച്ചു. MLA പാലം പണിയുന്നതിന് വേണ്ടി പണം അനുവദിച്ചു. ഇനി പണി തുടങ്ങുക എന്നുള്ള കർത്തവ്യം മാത്രമാണ് നിർവഹിക്കാനുള്ളത്. അതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അതാണ് ഞാൻ 98% പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ട് എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ഇത് കണക്കാക്കിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് കോതമംഗലം നഗരത്തിലെ ജനങ്ങളും സമീപ പ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിലടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി മുന്നോട്ട് വരും. കോതമംഗലം താലൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജില്ലാ ഡിവിഷനുകൾ സമ്പൂർണ്ണമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നതിനാവശ്യമായിട്ട് ഇടപെടലുകൾ നടന്നുകൊണ്ട് വരികയാണ്. ഇത്തരത്തിൽ കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരിക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്.